ജോസി ബാബു കൂടി ചേരുന്നു. ജോസി, കോട്ടയം ഉൾപ്പെടെ മധ്യ കേരളത്തിൽ എങ്ങനെയുണ്ട് മഴ? അജിംസ്, കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ശക്തമായ മഴ പലയിടത്തും ലഭിച്ചു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മഴ ശക്തമായി ലഭിച്ചു. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ ലഭിച്ചത്. നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തലനാട് വെള്ളയാണി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ പറന്നുപോയി. അധ്യയനം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. സാധാരണക്കാരായ 22 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. ഈരാറ്റുപേട്ട, കടുവാക്കുഴി പ്രദേശങ്ങളിലടക്കം മരം വീണ് വിവിധ സ്ഥലങ്ങളിൽ ഗതാഗത തടസ്സവും വീടുകൾക്ക് നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. മറ്റിടങ്ങളിലും പലയിടത്തും മരം വീണ് വൈദ്യുതി ലൈനുകൾ പൊട്ടുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഗൗരവതരത്തിലുള്ള മറ്റു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് നഗരപ്രദേശങ്ങളിലടക്കമുള്ളത്. പക്ഷേ രാത്രി സമയങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വൈകുന്നേരത്തോടു കൂടി ശക്തമായ മഴ ഇടവിട്ട് മലയോര മേഖലകളിൽ ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മഴയാണ് ഇന്നലെയും ലഭിച്ചത്. ഇന്ന് പുലർച്ചെ വരെയും ശക്തമായ മഴയാണ് പലയിടത്തും ഇടവിട്ട് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് കോട്ടയം ജില്ലയിലുള്ളത്. അജിംസ.